എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇന്നൊരു പുതിയ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട്. നമ്മളിന്ന് പോകാൻ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. സോ വെൽക്കം ടു ബാംഗ്ലൂർ. സോ എന്തുകൊണ്ടാണ് ഈ മാറ്റമെന്ന് ചോദിക്കുന്നവരോട്, എനിക്ക് പുതിയതായിട്ട് ഇലക്ട്രോണിക് സിറ്റിയിൽ ഒരു ജോലി കിട്ടിയിരിക്കുകയാണ്. സോ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി മംഗലാപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയാണ്. സോ ഈ റീലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷനും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മൈൻഡിലുണ്ട്. ഞങ്ങളെല്ലാം ആദ്യം തൊട്ടേ എല്ലാം സെറ്റപ്പ് ചെയ്യണം. ഒരു ഹൗസും അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനും ഒക്കെ ഞങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ എല്ലാവരും പോലെ ബാംഗ്ലൂർ വരുന്ന ആൾക്കാരുടെ ഏറ്റവും ആദ്യത്തെ ഡൗട്ടാണ് എവിടെയാണ് സ്റ്റേ ചെയ്യുക, റെൻ്റ് എങ്ങനെയാണ്, ബഡ്ജറ്റ് എങ്ങനെയാണ്. സോ ഈ ഡൗട്ട്സിൻ്റെ ഒക്കെ തീരുമാനമാവാൻ വേണ്ടി, കുറച്ച് മൈൻഡൊക്കെ റിലാക്സ് ആവാൻ വേണ്ടി ഞങ്ങളൊരു ചർച്ച് പോയി. അത് മടിവാളയുള്ള ചർച്ചാണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും റീലൊക്കേറ്റ് ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യായിരുന്നു ഞങ്ങളുടെ സെർച്ച്. സോ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു വീട് കിട്ടി. ഞങ്ങളുടെ ബഡ്ജറ്റിനൊത്ത ഒരു വീട്, ഒരു 1 BHK ഞങ്ങൾ സെലക്ട് ചെയ്തു. സോ നമ്മളിവിടെ ബാംഗ്ലൂർ റീലൊക്കേറ്റ് ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, റെൻറ്റ് എന്നുള്ളത് ഒരുപാട് കൊടുക്കാതെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു റെൻറ്റിൽ നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് എപ്പോഴും പഠിക്കണം. ആൻഡ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഒഫീഷ്യലായിട്ട് പ്രയറൊക്കെ കഴിഞ്ഞ് പാല് കാച്ചാനായിട്ട് പോവാണ്. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ, കലിതുള്ളും കടലും ഇരുളറിയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ. സോ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളുടെ പ്രയറിൽ ഞങ്ങളെ ഓർക്കണം. സോ ഇതാണ് നമ്മുടെ 1 BHK. സോ നമുക്ക് ഇവിടെ ഒരു റൂമും അതുപോലെ തന്നെ ഒരു കിച്ചണും ടെറസൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. സോ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓവറായിട്ടൊന്നും കുക്ക് ചെയ്യുന്നില്ല. ലൈക്ക് നമ്മൾ സാധാരണ ഒരു പൊട്ടാറ്റോ കറി, സോ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നോർമൽ പൊട്ടാറ്റോസും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഉപ്പും ചേർത്ത് അത് ക്ലോസ് ചെയ്ത് നമ്മൾ വേവിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ബാംഗ്ലൂർ വന്ന് താമസിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഓഫീസിനടുത്തുള്ളൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന റെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാലറിനേക്കാളും കൂടുതലായി പോകാനായിട്ട് ചിലപ്പോൾ ചാൻസസ് ഉണ്ട് ഇവിടെ. കാരണം എല്ലാ IT കമ്പനീസും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ റെൻറ്റ് വളരെയധികം കൂടുതലാണ് ഇവിടെ. സോ നമ്മൾ റെൻറ്റും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്നതിൻ്റെ ചിലവുകളും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ട്രാവലിംഗ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ട്രാഫിക് ബ്ലോക്കും ഒക്കെ കാരണം നമ്മൾ എവിടേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഒരു 1 hour ഏർലി പുറപ്പെടാനായിട്ട് ശ്രമിക്കുക. കാരണം അതുപോലെ ട്രാഫിക്കാണ് ബാംഗ്ലൂർ. സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. സോ നമ്മൾ ഈ പൊട്ടാറ്റോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി വേവിച്ച പൊട്ടാറ്റോയിലേക്ക് നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആണ്. സോ നമ്മൾ അതിലേക്ക് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും തക്കാളിയും ഒക്കെ നമ്മൾ സാധാരണ വഴറ്റുന്നത് പോലെ വഴറ്റി നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച ഈ പൊട്ടാറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നാളികേരപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്യാറെപ്പോഴും. സോ നാളികേരപ്പാൽ നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യത്തെ ബിഗിനിങ് ഡേയ്സിൽ നമ്മൾ കോക്കനട്ട് മിൽക്കിൻ്റെ പൗഡേർഡ് ഫോം നമുക്ക് കിട്ടും. അതിനകത്തേക്ക് ചൂടുവെള്ളം ചേർത്ത് അത് ഒഴിച്ചിട്ടാണ് ഫസ്റ്റത്തെ ഫ്യൂ ഡേയ്സൊക്കെ കുക്ക് ചെയ്തത്. സോ കുഴപ്പമില്ല, ഒരു ടേസ്റ്റിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും, ബട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനിങ് ഓഫ് ദ ഡേയ്സിൽ നമ്മുടെ കയ്യിൽ അതിനായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, നമ്മൾ ആദ്യമായിട്ട് സെറ്റപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. സോ ഇനി വേണം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. സോ ഒരു ചെറിയൊരു ഫുഡാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. സോ അതൊക്കെ കാച്ചി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ നോർമൽ കൂട്ടാൻ കാച്ചുന്നത് പോലെ കുഞ്ഞുള്ളി വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒഴിച്ച് നമ്മളിത് കാച്ചിയെടുത്തു. ഇനി ബാംഗ്ലൂർ വിശേഷങ്ങളിലേക്ക്. റെൻറ്റിൻ്റെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ വന്നാൽ നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത് വളരെയധികം കൂടും. കാരണം നിങ്ങളുടെ ടൈമിങ്സ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ ജോലിക്ക് പോയതിന് ശേഷം നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് അധികം ടൈമൊന്നും ഉണ്ടാവില്ല. സോ എപ്പോഴും ഫുഡ് കഴിക്കുകയാണെങ്കിലും വെജിറ്റബിൾസൊക്കെ നന്നായി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആരോഗ്യം എപ്പോഴും നിങ്ങൾ നോക്കുക. സോ ഇതാണ് നമ്മളുടെ ഒരു സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ്. സോ ഇനി പുതിയ വീഡിയോസൊക്കെ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇടാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.